ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ പരിപാടി എന്നല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഇഫ ചിക്കൻ. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ? അപ്പോൾ അതിനായിട്ട് ഒരു ഫുൾ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല വലിയ പീസായിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അൽഫാമിനൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു അമ്മിക്കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ ഒന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് ഒന്ന് വരഞ്ഞെടുക്കാം. ചിക്കൻ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് പുരട്ടാനുള്ളൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആദ്യം തന്നെ നമുക്ക് അല്പം തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര്, അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്നാക്കിയെടുക്കാം കേട്ടോ. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഈ മസാലയെല്ലാം നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴാണോ തയ്യാറാക്കാൻ പോകുന്നത് അതിന് ഇപ്പോൾ വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെയൊക്കെ നമ്മളിതുപോലെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചിക്കൻ മേക്ക് മസാലയൊക്കെ പുരട്ടിയിട്ട് ഇത് വൈകുന്നേരത്തേക്ക് വേണ്ടിയാണ് ഞാൻ ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ മസാലയൊക്കെ പുരട്ടി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ മസാലയെല്ലാം നമ്മുടെ ചിക്കൻ മേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ രാവിലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സമയം വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ നമുക്ക് ഇഫ ചിക്കൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിനകത്തേക്ക് പറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വശം നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറച്ചിട്ട് മറ്റേ വശവും നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു ചീസി മയോണൈസ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മയോണൈസിനായിട്ട് ഞാൻ പുഴുങ്ങിയ മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ 2 പുഴുങ്ങിയ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. മഞ്ഞ ചേർക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അല്പം പഞ്ചസാര, അല്പം ചൊറുക്ക, ഉപ്പ്, പിന്നെ ഒരല്പം പാല് എന്നിവ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിത്തിരി ലൂസായ പരിവാണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് ഇച്ചിരി തിക്കായി കിട്ടാനായിട്ട് ഇതിനകത്തേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ചീസിടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നമുക്കിനി 2 സ്ലൈസ് ചീസും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ചീസി മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നോക്കിയാൽ നമ്മുടെ ചിക്കനൊക്കെ 2 വശവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് മൊത്തം 8 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് 2 പ്രാവശ്യമായിട്ട് വറുത്ത് കോരി മാറ്റിയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ വറുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മളിതിനകത്ത് ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീസി മയോണൈസ് ഇതുപോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ചിക്കൻ്റെ പീസിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് മയോണൈസ് ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഈ 2 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇത് നോക്കിക്കേ, നല്ല അടിപൊളി ക്രീമി ചിക്കൻ നമ്മുടെ ഈ ഇഫ ചിക്കൻ ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുബൂസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മയോണൈസും അതുപോലെ തന്നെ ഈ ചിക്കൻ മേക്ക് ഈ മസാലക്കൂട്ടുകളും എല്ലാം ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്